അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1400 വർഷങ്ങൾക്ക് ശേഷം ഉഹുദ് മലയ്ക്ക് സമീപം ഒരു വലിയ സ്വഹാബിയുടെ ഖബർ തുറക്കപ്പെടുകയുണ്ടായി. അന്ന് ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം കണ്ണുകൊണ്ട് ആ അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഖബറിനുള്ളിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാത്ത വിധം ജനങ്ങളെ അതിശയിപ്പിച്ചു. പെട്ടെന്ന് അവിടെ സന്നിഹിതരായിരുന്ന പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതുകൊണ്ടു മാത്രം അത് അവസാനിച്ചില്ല. പിന്നീട് സംഭവിച്ചത് ലോകമെമ്പാടുമുള്ള ആളുകളെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ മദീന അൽ മുനവ്വറയിൽ കഠിനമായ പ്രകൃതി ദുരന്തം നേരിടേണ്ടി വന്നു. തുടർച്ചയായ കനത്ത മഴയും പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കവും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് ഉഹുദ് മലയുടെ ഓരത്തായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ രക്തസാക്ഷികളായ മഹാനായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് അടക്കം 70ഓളം സ്വഹാബിമാരുടെ ഖബറുകളെ ആ ശക്തമായ വെള്ളപ്പൊക്കം ബാധിച്ചു. സാഹചര്യം വളരെ ഗുരുതരമായതിനാൽ സൗദി അധികൃതർക്ക് രാജ്യത്തെ പ്രമുഖ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബികളുടെ ഭൗതിക ശരീരങ്ങൾ ആദരവോടെ സംരക്ഷിക്കുന്നതിനായി വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സുരക്ഷിതമായ മറ്റൊരു ഖബർസ്ഥാനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് മഹ്മൂദ് അൽ സവാഫ്. പിന്നീട് അദ്ദേഹം ഒരു ദൃക്സാക്ഷിയായി ആ സംഭവം വിവരിക്കുകയുണ്ടായി. ആ രാത്രി വിവരണാതീതമായ ഒരു അനുഭവമായിരുന്നുവെന്ന് ഷെയ്ഖ് മഹ്മൂദ് ഓർക്കുന്നു. സഹാബികളുടെ ഭൗതിക ശരീരങ്ങൾ മാറ്റാൻ പങ്കെടുത്ത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ ആ സമയത്ത് അവർ കണ്ടത് സാധാരണമായ ഒരു കാര്യമായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ അസാധാരണമായ ഒരു സംഭവമായിരുന്നു അത്. വെള്ളപ്പൊക്കം മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര ശക്തമായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആകാശം അതിൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് പെയ്യുന്നത് പോലെയായിരുന്നു ആ മഴ. 14 നൂറ്റാണ്ടുകളിലധികമായി മണ്ണിനടിയിൽ മറഞ്ഞിരുന്ന ഒരു സത്യം പ്രകൃതി വെളിപ്പെടുത്തുകയാണെന്ന് തോന്നിപ്പിച്ചു. ഷെയ്ഖ് മഹ്മൂദ് പറയുന്നതനുസരിച്ച് ഖബറുകൾ തുറന്നപ്പോൾ സഹാബികളുടെ ശരീരങ്ങൾ മറവു ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. ശരീരങ്ങൾക്ക് ജീർണതയോ കാലപ്പഴക്കത്തിൻ്റെ അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല. രക്തസാക്ഷികളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നില്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനം സത്യമാണെന്ന് ഈ കാഴ്ച സ്ഥിരീകരിച്ചു. ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അവിടെയുള്ളവരെല്ലാം സ്തംഭിച്ചു പോയെന്ന് ഷെയ്ഖ് മഹ്മൂദ് പറഞ്ഞു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമായി, ചരിത്രത്തിലെ വെറുമൊരു കഥയല്ല, മറിച്ച് ദൈവിക ശക്തിയുടെ വ്യക്തമായ തെളിവായി അദ്ദേഹത്തിൻ്റെ ശരീരം നിലകൊണ്ടു. രക്തസാക്ഷികളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനടുത്തേക്ക് നീങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്നവർ ഭയഭക്തി ബഹുമാനത്തോടെ നിന്നു. അള്ളാഹുവിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ അടുത്ത ബന്ധുവും സമാനതകളില്ലാത്ത ധീരതയുടെ പ്രതീകവുമായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബായിരുന്നു അത്. ഖബർ തുറന്നപ്പോൾ അദൃശ്യമായ ശക്തികൾ ഓരോ നീക്കവും വീക്ഷിക്കുന്നത് പോലെ അന്തരീക്ഷം നിശബ്ദമായതായി തോന്നി. അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യമായി കണ്ടപ്പോൾ അവിടെയുള്ളവർക്ക് വാക്കുകൾ കിട്ടിയില്ല. എല്ലാ പ്രതീക്ഷകളെയും തെറ്റിക്കുന്നതായിരുന്നു അവർക്ക് മുമ്പിൽ തെളിഞ്ഞ കാഴ്ച. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തലേ ദിവസം മരിച്ച ഒരാളെപ്പോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. ശരീരം കേടുകൂടാതെയും വിചാരിച്ചതിലും വലിപ്പമുള്ളതായും കാണപ്പെട്ടു. യുദ്ധക്കളത്തിലെ ക്രൂരതകളുടെ അടയാളങ്ങൾ അപ്പോഴും ആ ശരീരത്തിൽ വ്യക്തമായിരുന്നു. ശത്രുക്കൾ ചെയ്തതുപോലെ വയർ പിളർന്ന നിലയിലായിരുന്നു. മൂക്കിലും ചെവിയിലും മുറിയുടെ പാടുകളുണ്ടായിരുന്നു. എന്നിട്ടും ജീർണിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ദൃക്സാക്ഷിയുടെ വിവരണം അനുസരിച്ച് ഒരാൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കൈവെക്കുകയും പുനഃസംസ്കരണത്തിനായി ശരീരം മെല്ലെ നീക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് പുതിയ ചോര ഒഴുകാൻ തുടങ്ങി. അതോടൊപ്പം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഗന്ധം അവിടെയാകെ പരന്നു. പരിശുദ്ധവും സുഖകരവുമായ ആ സുഗന്ധം ചുറ്റുപാടും നിറഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള പരിമളം ആ ഖബറിൽ നിറഞ്ഞതുപോലെ അവിടെയുള്ളവർക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഉഹദിലെ മറ്റ് രക്തസാക്ഷികൾക്കൊപ്പം അദ്ദേഹത്തെ വീണ്ടും മറവ് ചെയ്തു. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റ് സ്വഹാബികളുടെയും ശരീരങ്ങൾ അത്ഭുതകരമായി മാറ്റമില്ലാതെ തുടർന്നു. നിരവധി ദൃക്സാക്ഷികളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ട ഒരു സംഭവമാണിത്. എന്നാൽ അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചില്ല. യഥാർത്ഥത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് സൗദി അറേബ്യയിൽ പ്രവാചകന്റെ ഖബറിന് സമീപം കേട്ട അസാധാരണമായ ഒരു ശബ്ദവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദുരൂഹ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു.
പ്രവാചകന്റെ ഖബറിന് സമീപമുള്ള മതിൽ ഇടിഞ്ഞു വീണപ്പോൾ ഉണ്ടായ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇനി നമ്മൾ പറയുന്നത്. നീതിമാനായ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പള്ളി നിശബ്ദമായിരുന്ന ഒരു രാത്രിയിൽ പെട്ടെന്ന് വലിയൊരു ശബ്ദം പള്ളിയെ കുലുക്കി. ആളുകൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഭയന്ന അവർ പള്ളിയിലേക്ക് ഓടിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. പ്രവാചകന്റെ ഖബറിന് ചുറ്റുമുള്ള മതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൾക്കൊപ്പം പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു. ഉള്ളിലെ വിശുദ്ധമായ അറയുടെ ഭാഗങ്ങൾ വെളിവിലായി. എല്ലാവരെയും അതിലേറെ ഞെട്ടിച്ചത് ഖബറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു മനുഷ്യന്റെ കാൽപാദമായിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ആ കാലിൽ ജീർണതയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് മറവ് ചെയ്തതുപോലെ അത് വളരെ പുതിയതായി തോന്നി. ആ നിമിഷം തന്നെ വിവരിക്കാനാവാത്ത ഒരു സുഗന്ധം പ്രദേശത്താകെ പരന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പോലെ ശാന്തമായ ഒരു ഗന്ധമായിരുന്നു അത്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബൂബക്കറിനൊപ്പം സ്ഥലത്തെത്തി. ആ സുഗന്ധത്തിന്റെ മാധുര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞു. ആ കാൽപാദം പ്രവാചകന്റേതാണെന്ന് കരുതി ചിലർ അത്ഭുതത്തോടെ ശബ്ദമുയർത്തി. മറ്റു ചിലർ അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 അനുചരന്മാരിൽ ഒരാളുടേതാകാമെന്ന് അഭിപ്രായപ്പെട്ടു. അന്തരീക്ഷം ആദരവും അത്ഭുതവും കൊണ്ട് നിറഞ്ഞു. ഈ സംഭവം പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കില്ല എന്നത് പണ്ടേ പറയപ്പെട്ടിട്ടുള്ളതിനാൽ പണ്ഡിതന്മാർക്ക് അതിൽ അവിശ്വസനീയത തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നവർക്ക് ഈ അത്ഭുതം അത്ഭുതകരമായിരുന്നുവെങ്കിലും അസാധ്യമായി തോന്നിയില്ല. പ്രവാചകൻ തൻ്റെ ഖബറിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പലരും അത്ഭുതപ്പെടുന്നു. പണ്ഡിതന്മാർ നൽകുന്ന ഉത്തരം അതെ എന്നാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് പോലെയല്ലേ അത്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സവിശേഷവും ആദരണീയവുമായ ഒരു അസ്തിത്വമാണത്. നൂറ്റാണ്ടുകൾക്ക് ശേഷവും രക്തസാക്ഷികളുടെ ശരീരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നെങ്കിൽ പ്രവാചകൻ നൽകപ്പെട്ട അതിലും വലിയ ആദരവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരണം ഒരു അവസാനമല്ലെന്നും ആത്മാർത്ഥമായി ദൈവമാർഗത്തിൽ ജീവൻ നൽകിയവർ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ലെന്നും വിസ്മരിക്കപ്പെടുന്നില്ലെന്നും ഈ സംഭവങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടത് പ്രവാചക സന്ദേശത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള ശക്തമായ തെളിവാണ്. അതുപോലെ പ്രവാചകന്റെ ഖബറിന് സമീപം നടന്ന സംഭവം അദ്ദേഹത്തിന്റെ ഉന്നതമായ പദവിയെയും സമുദായവുമായുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായ ബന്ധത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവങ്ങൾ കേൾക്കുന്നവരെ വെറുതെ അത്ഭുതപ്പെടുത്താനുള്ള കഥയല്ല, മറിച്ച് ആത്മാവിനെ ഉണർത്താനും വിശ്വാസം വർദ്ധിപ്പിക്കാനും ഉദ്ദേശങ്ങൾ ശുദ്ധീകരിക്കാനും പ്രവാചകന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാനും പ്രേരിപ്പിക്കുന്ന പാഠങ്ങളാണിവ. പ്രവാചകനെ ആദരിക്കേണ്ടത് വാക്കുകളിലൂടെ മാത്രമല്ല, അനുസരണയിലൂടെയും സ്വഭാവശുദ്ധിയിലൂടെയും ആത്മാർത്ഥമായ ഭക്തിയിലൂടെയുമാണ്. ചിന്തിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും വിശ്വസിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തവും സത്യം അന്വേഷിക്കുന്നവർക്കൊരു തെളിവുമാണ് ഈ സംഭവങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയെല്ലാം അന്ത്യസമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.